ഹായ് ഫ്രണ്ട്സ്, DM വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പരിപാടി എന്ന് വെച്ചാൽ ഞായറാഴ്ച തന്നെ. അപ്പോൾ കപ്പയും ഈ തോട്ടിൽ നിന്ന് പിടിച്ച മീൻ ആക്കിയിട്ട് അപ്പോൾ ചെറിയ ചെറിയ പരലുകളുണ്ട്, എല്ലാം വൃത്തിയായിക്കൊണ്ടിരിക്കുന്നതാണ്. കുറച്ചുണ്ട്. പിടയ്ക്കണ മീനെന്ന് പറയുമ്പോൾ ഈ സാധനമൊക്കെ പിടയ്ക്കണ മീനാണ്. കള്ളം പഠിച്ച മീനുകളാണ്. പറയുമ്പോൾ പിടയ്ക്കില്ല, പിടയ്ക്കണുണ്ട് ഗൈസ്. നമ്മൾ ഇത് ഞണ്ടാണ് ചേട്ടാ. ഇത് ഒരു ഒളിച്ചിരിക്കുന്നുണ്ടാ. അവനെ നമ്മൾ ഇന്ന് ഇതിൻ്റെ കൂടെ ഇട്ട് മീനിൻ്റെ കൂടെ ഇട്ട് കറി വയ്ക്കാൻ പോവുകയാണ്. രക്ഷയില്ല. കുറച്ച് മീനെ കിട്ടിയത്. നമ്മൾ കുറച്ച് നേരത്തേന്ന് വന്നത്, കുറച്ച് സമയം താമസിച്ചാണ് വന്നതുകൊണ്ട് തന്നെ മീൻ കുറച്ചേ കിട്ടിയുള്ളൂ. ഇല്ല അളിയാ? മീന് കഴുകിയിട്ട് ബാക്കി അങ്ങനെ നമ്മൾ തീ കത്തിച്ച് കപ്പ വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കപ്പ വെന്തിട്ടാണ് ഈ അടുപ്പിൽ നമുക്ക് മീൻ വയ്ക്കാൻ. മീൻ നമ്മളെ അവിടെ മനുതോ ഇരുന്ന് അറുത്ത് എഴുവേന്. മനുവേ, ഇത് ഒന്ന് വേവട്ടെ. പിന്നെ എടുക്കണത് ഫ്രണ്ട്സ്, ഇതൊരു പ്രത്യേകതരം മസാലയാണ്. ഇതിനകത്ത് എണ്ണയും കടുക് വറക്കണ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ആറ്റുമീൻ കറി വയ്ക്കുന്നൊരു സെറ്റപ്പാണ്. കൊടംപുള്ളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. ഇതിനകത്ത് തക്കാളി, സവാള, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വെള്ളത്തിൽ കിടന്ന് വേകണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. വേഗം ഫ്രണ്ട്സ്, ഇതിനകത്ത് മുളക് പൊടിയും മസാലയും ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരണം. ഫ്രണ്ട്സ്, മീൻ ഇട്ടിട്ടുണ്ട്, കാണാൻ പറ്റും. ഇത് കിടക്കുമ്പോൾ കണ്ണും തള്ളി പിടിച്ചുകൊണ്ട് മീനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കറിയൊക്കെ അപ്പോൾ സെറ്റായിട്ടുണ്ട്. അടുത്ത് കഴിക്കാനുള്ള സെറ്റപ്പിലാണ്. അടുത്ത് ഫുഡ് ടെസ്റ്റിംഗ് ആണ്. അപ്പം കപ്പ ഉള്ളിക്കറി പോലെ ഇരിപ്പുണ്ട്. എന്നാ സെറ്റ് സാധനം. അടുത്ത് കഴിച്ചിട്ട് ബാക്കി കറി. തമിഴന്മാരെ മീൻ കറി കഴിച്ചോ ശാഖ? ഇങ്ങനെ ഉണ്ടോ? അടിപൊളി. വീട്ടിൽ വെക്കുന്നേക്കാൾ നമ്മൾ ഇതിപ്പം സംഭവം വിശന്നിരിക്കുക. ചിക്കൻ കറി പോലെ ഇരിക്കണ്ട. എന്താ പറഞ്ഞാ തേങ്ങയൊന്നും ചേർക്കാത്തോണ്ട് സാധാ മീൻ കറിയിലെ ടേസ്റ്റിക്കാളും വെറൈറ്റി എന്തോ പോലെ. മീൻ ഇതും കൂടെ ആയതുകൊണ്ട് നല്ല നമ്മളെ കുടംപുളിയൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് സെറ്റ്. മാങ്ങ കൊണ്ടാ ഉണക്ക വാങ്ങിയിട്ടില്ലേ? മീനെടുത്ത് കഴിച്ചു നോക്കിയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടെ അമർത്തി വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ